നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മൈക്കും പിണറായി വിജയനും ഒരു കാലത്തും ചേരാറില്ല. കാരണം എപ്പോഴും പല വേദികളിലും പിണറായി വിജയന് പണി കൊടുത്തിട്ടുള്ളത് മൈക്കാണ്. ഈ മൈക്ക് കാരണം ട്രോളന്മാരുടെ സ്ഥിരം ഒരു ട്രോൾ മെറ്റീരിയലുമായിരുന്നു പിണറായി വിജയൻ. എന്തിന് ഈ പറയുന്ന മൈക്കിനോട് വരെ കലിപ്പിക്കുന്ന പിണറായിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. മൈക്കിനെതിരെ കേസ് എടുപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ വിചിത്രമായ പല കാര്യങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഒരു വേദിയിൽ നിന്നപ്പോൾ മൈക്കല്ല പണി കൊടുത്തത്. മൈക്ക് പിണറായിയോട് ചേർന്ന് നിന്നു. പക്ഷേ പ്രസംഗ പീഠമാണ് പണി കൊടുത്തത്. അതിന്റെ ചില ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതൊക്കെ വാർത്തയാക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയന്റെ ശൈലിയിൽ ഇപ്പോൾ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ഈ പ്രസംഗ പീഠത്തോട് ഒന്ന് കലിപ്പിച്ചു നോക്കിയെങ്കിലും പിന്നെ ഒന്ന് ചിരിക്കുന്ന പിണറായിയെ നമ്മൾ കണ്ടു. ഇപ്പോൾ കേരളത്തിൽ ചിരിയാണല്ലോ ഒരു ചർച്ചാ വിഷയം. മുൻ മുഖ്യമന്ത്രി ചിരിക്കാറില്ല, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ചിരിക്കാറുണ്ട് എന്നൊക്കെ വലിയ താരതമ്യ ചർച്ചകളൊക്കെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് പിണറായി വിജയൻ ഇത്തരത്തിൽ പൊതുവേദിയിൽ വന്നു നിന്നുകൊണ്ട് ഒന്ന് ചിരിച്ചത്. ഈ ചിരിയാണിപ്പോൾ വലിയ ചർച്ചയായും വൈറലായും മാറിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ശൈലി മാറ്റം വരുത്തി എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ പാർട്ടി യോഗങ്ങളിലൊക്കെ അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ശൈലി മാറ്റണം എന്നുള്ള പച്ചയ്ക്കുള്ള ആവശ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. താഴെ തട്ടിലുള്ള പ്രവർത്തകരും നേതാക്കന്മാരും എല്ലാം പിണറായിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശൈലി മാറ്റണം എന്നാണ്. എന്തായാലും അതിൻ്റെ തുടക്കമാണോ ഇത് എന്നറിയില്ല. എന്തായാലും ചിരിച്ച് സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു പിണറായി വിജയനെ ഒരു വേദിയിൽ കണ്ടു. ഇതോടുകൂടി ശൈലി മാറ്റം ഒരു ചർച്ചയായി മാറുന്നു. കനത്ത തിരിച്ചടി ഏറ്റപ്പോൾ തനിക്ക് ചില മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ പണിയാകുമെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതുകൊണ്ടാണോ എന്തോ മാറ്റങ്ങൾ വരുത്തി തുടങ്ങിയിട്ടുണ്ട്. മുൻകാലങ്ങളിൽ പൊതുവേദികളിൽ ഉണ്ടാകുന്ന മൈക്ക് തകരാറുകളോടും അപാകതകളോടും കടുത്ത ഭാഷയിലും ദേഷ്യത്തിലും പ്രതികരിച്ചിരുന്ന അദ്ദേഹം ഇക്കുറി തികച്ചും ശാന്തനായും നർമ്മം കലർന്നുമാണ് വേദി കൈകാര്യം ചെയ്തത്. കണ്ണൂരിൽ വെച്ച് മുതിർന്ന നേതാവ് കടന്നപ്പള്ളി രാമചന്ദ്രന് പുരസ്കാരം നൽകുന്ന പ്രൗഢ ഗംഭീരമായ ചടങ്ങിലായിരുന്നു മുൻ മുഖ്യമന്ത്രിയുടെ ഈ തികച്ചും അപൂർവമായ ഭാവമാറ്റം പെട്ടെന്ന് സോഷ്യൽ മീഡിയ അങ്ങ് ചർച്ചയാക്കിയത്. പിണറായി വിജയന്റെ ശൈലി മാറ്റം ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട്. ഈ തലക്കെട്ടിൽ തന്നെയാണ് ഇത് പ്രചരിക്കുന്നത്. ഇത്തവണ വേദിയിലെ പ്രസംഗ പീഠത്തിന്റെ വീതിക്കുറവിനെ കുറിച്ചായിരുന്നു മുൻ മുഖ്യമന്ത്രിയുടെ സൗമ്യവും സരസവുമായ പരാമർശം. സാധാരണയായി ഇത്തരം സംഘടനാ പിഴവുകളോ അസൗകര്യങ്ങളോ ഉണ്ടാകുമ്പോൾ കടുത്ത അസ്വസ്ഥത പ്രകടിപ്പിക്കാറുള്ള പിണറായി വിജയൻ ഇക്കുറി തികച്ചും ശാന്തനായി കാര്യങ്ങളെ തമാശ രൂപേണയാണ് കൈകാര്യം ചെയ്തതും ജനങ്ങളിലേക്ക് എത്തിച്ചതും. ഇത്തവണ അദ്ദേഹം പതിവ് പോലെ മൈക്കിനെയല്ല, മറിച്ച് പ്രസംഗ പീഠത്തെയാണ് വിമർശനത്തിനായി തെരഞ്ഞെടുത്തത്. തനിക്ക് സംസാരിക്കാൻ തന്നിരിക്കുന്ന പ്രസംഗ പീഠത്തിന് വീതി വളരെ കുറവാണെന്നും ആവേശം മൂത്ത് സംസാരിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ ഒരു ചുവട് പിന്നോട്ട് വെച്ചാൽ താഴേക്ക് മറിഞ്ഞു വീണു പോകുന്ന അവസ്ഥയാണുള്ളതെന്നും അദ്ദേഹം വേദിയിൽ ഇരുന്നു കൊണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അടുത്ത തവണ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ കട്ടി കൂടിയതും സംസാരിക്കുന്നയാൾക്ക് സുരക്ഷിതമായി നിൽക്കാൻ കഴിയുന്നതുമായ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഭംഗിയുള്ള പ്രസംഗപീഠം ഒരുക്കിയാൽ നന്നായിരിക്കുമെന്നും അദ്ദേഹം സംഘാടകരോട് നിറഞ്ഞ ചിരിയോടെ ആവശ്യപ്പെട്ടു. തുടർച്ചയായ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾക്ക് പിന്നാലെ പാർട്ടിക്കുള്ളിൽ നിന്നും ജനങ്ങൾക്കിടയിൽ നിന്നും തന്റെ ധാർഷ്ട്യം നിറഞ്ഞ പെരുമാറ്റ ശൈലിക്കെതിരെ ഉയർന്ന കടുത്ത വിമർശനങ്ങൾ ഉൾക്കൊണ്ടാണ് മുൻ മുഖ്യമന്ത്രി തന്റെ കടുംപിടുത്തങ്ങളൊക്കെ വിട്ട് ജനപ്രിയ ശൈലിയിലേക്ക് മാറാൻ ശ്രമിക്കുന്നത് എന്ന സൂചനയാണ് ഈ സംഭവം ഇപ്പോൾ ചർച്ചയായി മാറാൻ കാരണം. എന്തായാലും പിണറായി വിജയൻ ശൈലി മാറ്റത്തിൽ അങ്ങനെ ഒരു തീരുമാനം അദ്ദേഹത്തിനുണ്ടെങ്കിൽ വളരെ നല്ലത് തന്നെയാണ്. അതിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയാണ്. കാരണം അദ്ദേഹം കേരളത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഒരുപാട് തവണ വിമർശിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ. നമ്മുടെ മുഖ്യമന്ത്രി എന്തെങ്കിലും പിഴവുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ തിരുത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം തന്നെയാണല്ലോ. ഞങ്ങളല്ലാതെ വേറെ ആരാണ് അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനുള്ളത്? വി.ഡി. സതീശൻ്റെ കാര്യത്തിലും ഇതേ നിലപാട് തന്നെയാണ് നമ്മൾ സ്വീകരിക്കുക. തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും, വിമർശിക്കുക തന്നെ ചെയ്യും. അപ്പോൾ വിമർശനാതീതനൊന്നുമല്ലല്ലോ മുഖ്യമന്ത്രി. അപ്പോൾ തെറ്റുകൾ സംഭവിച്ചാൽ ജനങ്ങൾ തിരുത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ശൈലി മാറ്റം വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റു ചില കാര്യങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് കടക്കണം. കാര്യം എന്താണെന്നറിയാമോ? ഇപ്പോൾ ചിരി ഒരു വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വി.ഡി. സതീശൻ ചിരിച്ച് കയ്യടി നേടുന്നത് കണ്ടിട്ടാണ് പിണറായി വിജയൻ ചിരിച്ച് കയ്യടി നേടാനുള്ള ഒരു ശ്രമം നടത്തുന്നത് എന്നൊക്കെയുള്ള ചർച്ചകൾ വരുന്നുണ്ട്. പക്ഷേ
അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. കാരണം അദ്ദേഹം അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു എന്നതുകൊണ്ട് അത് കോപ്പി അടിക്കാൻ ശ്രമിക്കുന്ന ഒരാളായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. ധാർഷ്ട്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യത്തെ ഒരുപാട് എതിർത്തിട്ടുമുണ്ട്. ആ ധാർഷ്ട്യമാണ് ഈ പാർട്ടിയെ വലിയൊരു പതനത്തിലേക്ക് കൊണ്ട് എത്തിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ എതിർക്കുക തന്നെ ചെയ്യും. കാരണം ഈ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കണം എന്നുള്ളത് ഇവിടുത്തെ ഓരോ മനുഷ്യരുടെയും ആവശ്യമാണ്. CPM എന്ന പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യണം. CPM ഇല്ലാത്തൊരു കേരളത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ടാണ് തെറ്റുകൾ തിരുത്തി പാർട്ടി തിരിച്ചു വരണം എന്ന് പറയുന്നത്. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് പോലും AK ആന്റണി പോലും CPMൻ്റെ കാര്യത്തിൽ പ്രതികരിച്ചത് എന്താണ്? അങ്ങനെ CPM ഇല്ലാതായി പോകേണ്ടതല്ല, UDFൻ്റെയും കേരളത്തിൻ്റെ നിലനിൽപ്പിൻ്റെയും ഒക്കെ അനിവാര്യമായ ആവശ്യമാണ് ഈ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കുക എന്നുള്ളത് എന്ന്. അതുതന്നെയാണ് വാസ്തവം. പറഞ്ഞു വരുന്നത്, പിണറായി വിജയൻ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാക്കി കൊടുത്തതിൽ പ്രധാന കാരണം PR വർക്കായിരുന്നു. അദ്ദേഹത്തെ ഒരു ബിംബം പോലെ അവതരിപ്പിക്കാൻ ശ്രമിച്ചു, ഒരു വ്യക്തി ആരാധനയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഇതെല്ലാം CPMൻ്റെ നിലപാടിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ആ ഒരു രീതിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയതിൽ ഈ PR വർക്ക് ഒരു വലിയ കാരണമായിട്ടുണ്ട്. ഈ PR വർക്കിൽ നിന്ന് പടുത്തുയർത്തപ്പെട്ട ഒരു പിണറായി വിജയനെ നമ്മൾ കണ്ടു. അതിനു മുൻപ് സമരമുഖങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു പിണറായി വിജയനെ അല്ല ഭരണത്തിലേറിയപ്പോൾ നമ്മൾ കണ്ടത്. കാരണം അദ്ദേഹത്തിൽ ചില വ്യത്യാസങ്ങൾ, മാറ്റങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ. അദ്ദേഹം ഒരു ദൈവത്തെ പോലെയായി മാറുന്നു. ഇന്ദ്രനും ചന്ദ്രനും കർണനും സൂര്യനും ഒക്കെയാണ് എന്ന് പറഞ്ഞു വയ്ക്കപ്പെടുന്നു. അപ്പോൾ അതിനെയൊക്കെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. അദ്ദേഹം മികച്ച ഒരു മുഖ്യമന്ത്രിയാണ്. മന്ത്രിയായിട്ടിരുന്നപ്പോഴും പാർട്ടി സെക്രട്ടറി ആയിട്ടിരുന്നപ്പോഴും ഒക്കെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആൾ തന്നെയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള നടപടികളെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇത് ഒരു ഓർമ്മപ്പെടുത്തൽ പോലെയാണ് ഇപ്പോൾ VD സതീശനോട് പറയാനുള്ളത്. VD സതീശനും ഇതുതന്നെയാണ് അവസ്ഥ. VD സതീശനും ഒരു PR ടീമുണ്ട്. ആ PR ടീം ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തൊക്കെ കളിച്ച കളികൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം. VD സതീശന് ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടിയും വന്നിട്ടുണ്ട് ഈ PR ടീം കാരണം. പാർട്ടിക്കുള്ളിൽ പോലും വിമർശനങ്ങൾ ഈ പറയുന്ന VD സതീശന് നേരെ വന്നത് ഈ PR ടീമിൻ്റെ അതിരുവിട്ട ചില പ്രവർത്തികളായിരുന്നു. പിണറായി വിജയനെ പോലെ VD സതീശനും ഒരു ബിംബമായി മാറാനാണ് ശ്രമിക്കുന്നതെങ്കിൽ, എന്തോ ഒരു ദൈവത്തെ പോലെ അവതരിപ്പിച്ച് കാണിക്കാനാണ് ഇരിക്കുന്നതെങ്കിൽ അതൊന്നും ഒരു തരത്തിലും അംഗീകരിക്കപ്പെടില്ല. നിങ്ങൾ മുഖ്യമന്ത്രി ആയിട്ടിരിക്കുമ്പോൾ കേരളം ഭരിക്കേണ്ട ആളാണ്, അല്ലാതെ ഇവിടുത്തെ ജനങ്ങളെ ഭരിക്കേണ്ട ആളല്ല. ഇപ്പോൾ അദ്ദേഹം ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതെല്ലാം മികച്ചത് തന്നെയാണ്. കേരയിൽ പദ്ധതി നിർത്തലാക്കുന്നു, അതുപോലെ തന്നെ ആശാവർക്കർമാർക്ക് പൈസ, അവർക്ക് പറഞ്ഞ വാക്ക് പാലിക്കുന്നു. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു. ഇത് തുടക്കത്തിലെ ഒരു കയ്യടിക്ക് വേണ്ടി മാത്രമാകരുത്. നിലപാടിൽ വെള്ളം ചേർക്കാൻ നിൽക്കരുത്. വെള്ളം ചേർക്കാൻ നിന്നാൽ നമ്മൾ അതിനെ വിമർശിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് PR വർക്ക് ടീമിനെ ഒന്ന് നിലയ്ക്ക് നിർത്തുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ പിണറായി വിജയന് സംഭവിച്ച അതേ പതനം നിങ്ങൾക്കും സംഭവിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.